എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്താടാ അണ്ണാ നമ്മള് അലീനയൊക്കെ ഇല്ലേ അണ്ണാ ട്രഷ് ഷോപ്പിൽ നിന്നപ്പം മറ്റേ BCZ എന്ന് പറഞ്ഞ ഗ്യാങ് വന്നിട്ട് അത് ചോദിക്കണം മെയിനായിട്ട് വന്നേ എന്റെ പെണ്ണടിച്ചു ചോദിക്കണം ചുമ്മാ ഒന്ന് അടിച്ചു. നിന്റെ പെണ്ണാ നിനക്ക് വേണ്ടതല്ലേ പറഞ്ഞേ വേണ്ടാത്ത പെണ്ണിനെ ആരെങ്കിലും അടിച്ചോണ്ട് പോയത് നമ്മളെന്തിനു ചോദിക്കണം അടിച്ചോട്ട് പോയില്ല അടിച്ച് വെടിവെച്ചതാ മറ്റേ ഒരേ വെള്ളം വലിച്ചു കയറുമല്ലേ അണ്ണാ എന്നിട്ട് അടിച്ചിട്ടാണ് അടിച്ചിട്ട് അവള് വന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത്. അപ്പൊ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിനാണല്ലോ അണ്ണാ. അപ്പൊ ഞാൻ പോയി ഞാൻ ഒറ്റയ്ക്ക്. പിന്നെ നമ്മളെ കോച്ച് ഉണ്ടായിരുന്നു എന്റെ കൂടെ സംസാരിക്കാൻ പോയി. അവരെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ നിന്ന് അവരെ വിളിച്ച് എന്തിനാ അടിച്ചെന്ന് ചോദിച്ചപ്പോ ആദ്യം വന്ന് മാനിച്ച് സംസാരിച്ചു. പിന്നെ വന്ന് ഭയങ്കര കൊണ അഡ്മി വന്ന് ഇറങ്ങിട്ട് പറഞ്ഞ് സിവിലിയൻ സിറ്റുവേഷൻ ഈ ചേട്ടൻ പോരാ മറ്റേ ചേട്ടൻ വേണോന്ന് മറ്റേ ചേട്ടൻ വന്നാലും ഒന്നും നടക്കത്തില്ല. 4 പേരെ പറഞ്ഞിട്ടാ ഇവിടുന്ന് അവര് ഒരു 25 പേര് ഉണ്ടെങ്കിൽ 30 പേരുണ്ടെന്ന് പറഞ്ഞു. കൂവയൊക്കെയാണ് വിട്ടാണ്. നീ കയറടിച്ച് കയറിയാ മതി. ഞാൻ വണ്ടി എടുത്തോളാം. വാ ഇങ്ങോട്ട്. എന്നെ കൊണ്ടുപോയാ കൊണ്ടുപോയാ നീ പറഞ്ഞു ബാക്കി ഞാൻ പറഞ്ഞോളാം. തുടക്കത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലേ അത് ബാക്കി ഞാൻ പറഞ്ഞോളാം. നീ പറ എനിക്ക് തമിഴ് തരുമോ നിനക്ക് தெரியுமே നീ சொல்லு. തമിഴ് റാപ്പാടാ ഇത്. നീ മര്യാദക്ക് മനസ്സിലാവുന്ന ഭാഷ പറ. அதுக்கப்புறம் த்ரீசா மாமில ட்ரெஸ் ஷாப்ல அவட நின்னு அப்ப த்ரீசா மாமி എന്തോ പറഞ്ഞു அங்க எல்லாரும் அவள நிக்கும்போது அப்ப வந்து வெறுதே வெடி வச்சிருந்தாங்க BCZல. ஓகேவா VNV வண்டி இருக்குல அது மேல வெடி வைக்கும்போது த்ரீசா மாமி மேல 2 புல்லட்ஸ் வந்து பட்டது. அப்போ த்ரீசா மாமி அவட போய் சோதிச்சாங்க எந்த பிரச்சனை எதுக்கு இந்த மாதிரி வெடி வச்சீங்க சோதிக்கும் போது தெரியாம மேல ஒரு வாட்டி அடிச்சிட்டு. அப்ப உடனே அவங்க என்னன்னா பிரச்சனத்தை கூடுதலா சம்சாரிச்சு அவட வெடி வச்சு டவுன் ஆகி அவட அம்மா மாதிரி இப்ப சொல்லுங்க ராய் மாமா. അമ്മാമ അവര് രണ്ടര അടിച്ചിട്ടുണ്ട്. അമ്മാമയല്ല അവന്റെ അമ്മേനെ അതായത് അടിച്ചിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ വന്ന് ഇവരെ രണ്ടരും വിളിച്ച് നേരെ ഗ്യാങ് ഹൗസിൽ പോയി. കേവി ഒരു സൈഡില് ത്രീസേനെ അടിച്ചോണ്ട് അവിടെ ആരെ ഗേൾഫ്രണ്ട് ആണ് ത്രീസ. അപ്പൊ കേവി ഒരു സൈഡില് നമ്മളൊരു സൈഡില് നമ്മൾ വിളിച്ചിട്ട് സംസാരിച്ചപ്പോ ആദ്യം സംസാരിച്ചു വന്നിട്ടാണ് ഭയങ്കര കൊണയായിരുന്നു. അടിച്ച് മറ്റേത് മറക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആ സമയത്ത് നമ്മൾ തിരിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ അഡ്മിൻ ഇറങ്ങിട്ട് പറഞ്ഞു സിവിലിയൻ സിറ്റുവേഷനിൽ ഇടപെടാൻ പറ്റില്ല മാറിപ്പോകാൻ പറഞ്ഞു. പറഞ്ഞവന്മാര് എന്നിട്ട് മറ്റേ ഊക്കലും പോത്തീറ്റലും ഒക്കെ ആയിരുന്നു. ഭയങ്കര കൊണയായിരുന്നു. ചോദിച്ചിട്ടാ വാസുനാണ് അവൻ തിരിച്ചു വന്നിട്ട് ഇല്ലടാ എന്നടാ പണുവേ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണച്ചിട്ട് സിരി സിരി അന്നേരം ഒരു 32 പേരുണ്ടായിരുന്നു. അന്നേരം അവന്മാര് വണ്ടിയെ കിട്ടിയിട്ട് ക്യാമറസിന്റെ ഫ്രണ്ടില് കൈയടി ചിരിയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞോണ്ട്. എത്ര പേരുണ്ടോ ഇപ്പൊ സിറ്റിയില്? നമ്മള് അതിന്റെ പോയി നമ്മൾ എടുക്കുന്ന ശരിയല്ല. അതുകൊണ്ടാണ് പിന്നെ വന്നിട്ട് ചോദിച്ചിട്ട് എടുക്കാൻ. എടാ മോനെ എടാ ഞാനൊരു കാര്യം പറയട്ടെ. 2 ദിവസം ഇവന്മാരുടെ സിറ്റുവേഷൻ കഴിഞ്ഞ് നാളെ ഇവന്മാർ ഇവിടെ കേറുവാണെങ്കിൽ ഇവന്മാരെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കത്തിച്ചിരിക്കും. അത്രയുള്ള ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്. ഇവന്മാരെ വളർത്തിയിട്ട് കത്തിക്കും. പെരിയപ്പാന്നാണ് പറഞ്ഞതാണ്. ആ കേട്ടാ കൂട്ടിയിട്ട് കത്തിക്കും. ഒരു സംശയമില്ല. ഉറപ്പാണെന്ന് പറഞ്ഞ ഉറപ്പാണ്. കോച്ച് അടിക്കാൻ കോച്ച് നമുക്ക് കോച്ചിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ അമ്മമാര് அப்படிதான்டா பண்ணுவேன் என்னடா பண்ண முடியும் முடிஞ்சதை பாத்துக்கோ அப்படின்ற மாதிரி. ஓகே 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 നാളെ പന്നി കുത്തിട്ട് കോച്ചിനെ തന്നെ ഇട്ട് കൊടുക്കും. അത് കൊടുക്കാവേ. അല്ല നീ അടിക്കണ്ട. ഒരാഴ്ച വെളിയിരിക്കും. നാളെ വേണ്ട
അതെന്താ? മറ്റന്നാ നാളെ ചന്ദ്രനില്ല. നാളെ അങ്ങോട്ട് പോകും. നാളെ ഞാനും ഇല്ല. അപ്പൊ മറ്റന്നാ ഫിക്സ് ആ പറഞ്ഞു സിറ്റുവേഷൻ. എടാ ഇവന്മാരുടെ വാർ കഴിഞ്ഞ് ഇവന്മാരെ ഇന്ന് അടിക്കാൻ പറ്റുമോ? ആ അത് പറ്റില്ല അല്ല വിറ്റിമാരെ ബി സിസ്റ്ററിനെ അവര് തുടങ്ങണുള്ളൂ. അവര് ഇറങ്ങി ഇനിഷ്യൽ അടിക്കാണ്. പക്ഷെ ഈ സിറ്റുവേഷനിൽ അടിക്കാൻ പറ്റില്ലല്ലോ. ഇതി അടിക്കാൻ പറ്റില്ല. എടുത്തിട്ട് അടിക്കണം. മെൻഷൻ ചെയ്യരുതെന്നാ. ഞങ്ങളൊരു വഴിക്ക് വരെ പോവാ. പോയിട്ട് തിരിച്ചു വരുമ്പോ എനിക്ക് ബി സിസ്റ്റർ ആയിട്ടൊരു വള്ളി എടുത്ത് വെച്ചാ. എടാ എല്ലാം അടുത്ത് സിറ്റി കയറാൻ പറയടാ. മൊത്തം നമ്മുടെ എല്ലാം അടുത്ത് സിറ്റി കയറാൻ പറ.